പ്രിയപ്പെട്ടവര്, എന്റെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, ലൈക്ക് ചെയ്യണമെന്ന്, ഷെയർ ചെയ്യണം അപേക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളെ നിശ്ചയിക്കപ്പെട്ട കർമ്മത്തെ കുറിച്ചാണ്. കർമ്മം പറഞ്ഞ ജോലി. നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇങ്ങനെ ഒരാളുടെ തലയിൽ വന്നു ചേരുന്ന ജീവിതഭാരത്തെ കുറിച്ചൊക്കെ. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണിത്. നിയതം കുരു കർമ്മത്തം കർമ്മ ജായഹ കർമ്മണ ശരീരയാത്രാഭിച്ചതി ന പ്രസിദ്ധേത കർമ്മണ. ഗീതയിൽ പറയുന്ന ഒരു ശ്ലോകമാണ് ഭഗവാൻ. നമുക്ക് നിശ്ചയിക്കപ്പെട്ട കർമ്മം നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ശരീര സംരക്ഷണം പോലും നമുക്ക് സാധിക്കില്ല. നമ്മുടെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഭിക്ഷാപാത്രമായിട്ട് പോകേണ്ട സ്ഥിതി വരും. അത് മരണത്തിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നിശ്ചയിക്കപ്പെട്ട കർമ്മം നമ്മൾ 100% പെർഫെക്ഷനോടെ, പരിപൂർണതയോടെ നമ്മൾ നിർവഹിക്കണം. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നു, ഓം കുർവന്നേവേഹ കർമാണി ജിജീ വിശേഷണം സമാഹ ഏവം തൊയ് ജ്ഞാനിതോസ്തു ന കർമ്മ ലിഭ്യതേ നരാഹ. അത് നമുക്ക് 100 വർഷം വരെ ജീവിക്കാൻ ആഗ്രഹിക്കണം. 100 വർഷവും കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. മരിച്ചു വീഴുന്നവരെയും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് കർമ്മഭ്രാന്തല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ നിശ്ചയിക്കപ്പെട്ട കർമ്മം, നമ്മൾ ഒരു കർമ്മവും ഇല്ലാതെ ജോലിയും ചെയ്യാതെ വീട്ടിലിരുന്നു കഴിഞ്ഞാൽ സകല ടെൻഷനുടെയും നമ്മൾ വന്ന് കൂടും. വെറുതെ ഇരിക്കുന്ന മനസ്സ് ചൈത്താന്റെ ഇരിപ്പിടുന്ന പറയാം. ചൈത്താന്റെ എന്നാണ് പായിച്ചേരി. നമുക്ക് ജോലി ചെയ്താലും ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഗീതത്തിൽ പറയുന്നു, നഹി കശിക്ഷണം അഭി ജാതു ദുഷ്ടത്യാകർമ്മകൃതി കാര്യദേശി അവശകർമ്മ സർവപ്രകൃതി ജയർഗുണഹി. അതായത് ഒരു നിമിഷം കൂടി ഒരാൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ശരീരം വെറുതെ ഇരിക്കുമ്പോഴും, ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാലും നമ്മുടെ മനസ്സും ബുദ്ധിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ 3 നേരോ 4 നേരോ കഴിച്ച ആഹാരത്തിന് റിലീസാവുന്ന എനർജി അത് വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൽ ഉപയോഗിക്കാത്ത എനർജി നമ്മുടെ രക്തക്കൊഴലുകളിൽ അടിഞ്ഞുകൂടി, കൊഴുപ്പായി അടിഞ്ഞുകൂടി, ഷുഗറായിട്ടും കൊളസ്ട്രോൾ ആയിട്ടും ഹാർട്ട് അറ്റാക്ക് ആയിട്ടും സ്ട്രോക്ക് ആയിട്ടും എല്ലാം മാറും, ക്യാൻസർ ആയിട്ടും. അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളല്ല ജോലി ചെയ്യുന്നത്. ഞാൻ എന്ന് പറയുന്നത് ശരീരത്തിന് 2 പാർട്ടാണ് ഉള്ളത്. ഒന്ന് ശരീരം, ഭൗതിക ശരീരം. പിന്നെ നമ്മൾ ആത്മാവ് എന്ന് പറയുന്ന ജീവൻ, അത് വേറെയാണ്. ഈ ആത്മാവ് എന്ന് പറയുന്ന ആളെ ജോലി ചെയ്യുന്നില്ല ഒന്നും. ശരീരം ജോലി ചെയ്യും. ആത്മാവ് എന്ന് പറയുന്നത് വെറും നോക്കുന്ന ആള് മാത്രമാണ്, സാക്ഷി മാത്രമാണ്. നമ്മൾ സിനിമ കാണും പോലെ നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് റിലീസാവുന്ന എനർജി, ഊർജമാണ് ജോലി ചെയ്യുന്നത്. കഴിച്ച ആഹാരം തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതിന്ന് രൂപപ്പെടുന്ന ഊർജം, അതാണ് ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആളല്ല ജോലി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. അത് ശരിക്കും ചിന്തിക്കേണ്ട വിഷയമാണ്. വളരെ ആഴത്തിൽ ഞാൻ ജോലി ചെയ്തെന്ന് പറയുന്നത് പമ്പര വിഡ്ഢിത്തരമാണ്. ഞാൻ പറയുന്ന ആൾ വെറും സാക്ഷി മാത്രമാണ്. അയാൾ ജോലിയൊന്നും ചെയ്യുന്നില്ല. അയാൾക്ക് ബന്ധുവില്ല, ശത്രുവില്ല, മാനവുമില്ല, അപമാനമില്ല, ലാഭമില്ല, നഷ്ടമില്ല, ഉയർച്ചയില്ല, താഴ്ചയില്ല, ഒന്നുമില്ല. അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നും റിലീസാവുന്ന ഊർജം, അതാണ് ജോലി ചെയ്യുന്നത്. അതിൽ ഉപയോഗിക്കാത്ത ഊർജം പിന്നീട് അതൊരു വലിയ സംഭവമായി മാറും. ഹാർട്ട് അറ്റാക്ക് ആയിട്ടും സ്ട്രോക്ക് ആയിട്ടും ക്യാൻസർ ആയിട്ടും എല്ലാം മാറും. അത് രക്തക്കൊഴലുകൾ അടിഞ്ഞുകൂടും. അതുകൊണ്ട് നമുക്ക് നിശ്ചയിക്കപ്പെട്ട ജോലി നമ്മൾ ചെയ്യണം, 100% പെർഫെക്ഷനോടെ. ജോലിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയല്ല വേണ്ട. അത് പമ്പര വെട്ടികളാണ്. ജോലി വരുന്നെല്ലാം പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ. ജോലി ചെയ്താലും ഇല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജം പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഒരാൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. ഭഗവാൻ എന്താ പറഞ്ഞത്? നഹി കശിക്ഷണമഭി ജാതു ദുഷ്ടത്ത അകർമ്മ. അകർമ്മം പറഞ്ഞ് ജോലിയൊന്നും ചെയ്യാണ്ടിരിക്കുന്നുള്ള അവസ്ഥ. അയാൾ സന്യാസിയാവാൻ പോയില്ല ജോലിയൊന്നും ചെയ്യാത്തതുകൊണ്ട്.
നമ്മുടെ ശരീര സംരക്ഷണം ചെയ്യുന്നതിന്, നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യണം. എങ്ങനെ ജോലി ചെയ്യണം? നമ്മുടെ ജോലി തന്നെയാണ് ഈശ്വര പൂജ. യഥപ്രവൃത്തിർഭൂതാനാം ഏന സർവമിതം തതം സ്വകർമ്മണ തമഭ്യർജ്യ സിദ്ധിം വിന്ദതി മാനവ. യഥപ്രവൃത്തിർഭൂതാനം പറഞ്ഞ ഈ ജീവികൾ മുഴുവൻ എവിടുന്ന് വന്നു? ഏന സർവമിതം തതം. ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആളാരാണ്? എല്ലാവർക്കും അറിയാലോ. ആ ഈശ്വരനെ സ്വകർമ്മണ തമഭ്യർജ്യ സിദ്ധിം വിന്ദതി മാനവ. സ്വന്തം കർമ്മം ചെയ്തുകൊണ്ട് പൂജിച്ചുകൊണ്ട് സിദ്ധി വരെ അയാളുടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നു. നമ്മുടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കണമെങ്കിൽ നമ്മുടെ കർമ്മം ഈശ്വരാർപ്പണമായിട്ട്, ഈശ്വര പൂജയായി കണ്ട് അർപ്പണ ബുദ്ധിയോടെ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്.